ഹൃദയതാളം. രചന സ്മിത രാജൻ പാല. അവതരണം ജോ വർഗീസ്. ചമേലി അവനെ നോക്കുകയായിരുന്നു. ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെ അവനും അവളുടെ കണ്ണിലേക്ക് നോക്കി നിൽക്കുകയാണ്. എന്താ നീ ആലോചിക്കുന്നത്? നേരിൽ കാണുമ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാകുമെന്നായിരുന്നില്ലേ നീ ചിന്തിച്ചത്? എന്താ നേരിൽ കണ്ടപ്പോഴും ആ ഇഷ്ടം അങ്ങനെ തന്നെ ഉണ്ടോ? അവൻ തമാശ പോലെ ചോദിച്ചു. നീ എങ്ങനെ ആയിരുന്നെങ്കിലും എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പൊ പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിച്ചത്? എനിക്ക് നിന്നെ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ. ചമേലി അതിശയത്തോടെ അവനെ നോക്കി. ഇനി UK നിന്ന് വന്നപ്പോൾ ഇവൻ മനസ്സു വായിക്കുന്ന യന്ത്രം വല്ലതും കൊണ്ടുവന്നോ? അതിപ്പോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. പെട്ടെന്ന് പറയാനായി അവൾക്ക് ഒരു ഉത്തരം കിട്ടിയില്ല എന്നതാണ് സത്യം. എങ്കില് നമുക്ക് പോവാം. പോകാനോ? എങ്ങോട്ട്? ചമേലി ചോദിച്ചു. എന്താ, എൻ്റെ കൂടെ വരാൻ നിനക്ക് പേടിയുണ്ടോ? ഏയ് അതല്ല, നമ്മൾ അങ്ങനെയൊന്നും തീരുമാനിച്ചിരുന്നില്ലല്ലോ. എവിടെയാ പോകുന്നതെന്ന് നീ പറഞ്ഞതുമില്ല. ഞാനേ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീ എന്നെ മിസ് ചെയ്യാറുണ്ടോ? എപ്പോഴും എന്ന് പറയാനാണ് അവൾക്ക് തോന്നിയത്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ശരി, അത് നിന്റെ ഇഷ്ടം. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിന്നെയും കൂട്ടി ഒരു യാത്ര പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. നിനക്ക് നീ കൂടെ ഉണ്ടാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചമേലി ഒരു നിമിഷം കണ്ണുകൾ അടച്ചു നിന്നു. തൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഒരിക്കലെങ്കിലും അതെന്താണെന്ന് അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എൻ്റെ കണ്ണ, ഞാൻ ഈ റിസ്ക് ഏറ്റെടുക്കുകയാണ്. ഞാൻ വരാം. പക്ഷേ ഞാൻ പോകാനായിട്ട് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. നീ കാറിൽ കയറ്, ഞാനില്ലേ നിന്റെ കൂടെ. ബൈക്കിൽ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. നീ കൂടെയുള്ളപ്പോൾ അത് റിസ്ക് ആണെന്ന് തോന്നുന്നു. സാരയില്ല, നമുക്ക് ബൈക്കിൽ പോകാം. എനിക്കും അതാണിഷ്ടം. ബെന്നിൻ്റെ മുഖം ഒന്ന് തിളങ്ങി. അവൻ വേഗം ആരെയോ ഫോണിൽ വിളിച്ചു. രണ്ടുപേരും കൂടി നേരെ ടൗണിലേക്കാണ് പോയത്. അവൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ അവൻ വാങ്ങി. രണ്ടുപേർക്കും ഓരോ ബാഗ് ഉണ്ടായിരുന്നു. അങ്കമാലിയിൽ വെച്ചായിരുന്നു അവർക്ക് പോകാനുള്ള ബുള്ളറ്റ് കിട്ടിയത്. അവളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ബുള്ളറ്റിൽ കറങ്ങണമെന്നുള്ളത്. അവൻ്റെ സുഹൃത്താണ് ബുള്ളറ്റുമായി വന്നത്. അപ്പം എങ്ങനെയാ, നമ്മൾ പോകുമല്ലേ? അവൻ ബുള്ളറ്റിലോട്ട് കയറിക്കൊണ്ട് ചോദിച്ചു. ചമേലി തല കുലുക്കി സമ്മതം അറിയിച്ചു. താൻ സ്വപ്നം കാണുകയാണോ എന്നാണ് അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അവൾ അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ബുള്ളറ്റിലേക്ക് കയറി. രണ്ടുപേരും ഹെൽമെറ്റ് ധരിച്ചു. ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവൾ അല്പം മുന്നോട്ടാഞ്ഞു. താൻ പിടിച്ചിരുന്നോടോ, എന്തിനാ മടിക്കുന്നേ? അവൾ അവൻ്റെ തോളിൽ പിടിച്ചു. ഇടയ്ക്ക് അവൻ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മറുപടി പറയാനായി അവൾ അവനോട് ചേർന്ന് വരും. ഏകദേശം 2 മണിക്കൂർ യാത്ര കഴിഞ്ഞപ്പോൾ അവൾ അവനോട് ചേർന്നിരുന്നു. അവൻ്റെ വയറിൻ്റെ മുകളിലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ചു. അവൻ്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. ആ സമയം ലോകത്തൊന്നിനോടും പേടിയില്ലാത്തതുപോലെ അവൾക്ക് തോന്നി. ലോകത്തോട് മുഴുവൻ തൻ്റെ സന്തോഷം വിളിച്ചു പറയാൻ അവൾ ആഗ്രഹിച്ചു. താനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവതിയായ പെണ്ണ്. തനിക്ക് ഹിമാലയത്തിൽ പോകണമെന്ന് വല്ല ആഗ്രഹം ഉണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു അത്യാഗ്രഹമാണ്, എനിക്ക് സാധിക്കാത്ത ഒന്ന്. അതുകൊണ്ട് തന്നെ സ്വപ്നത്തിൽ പോലും അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. തൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാ എന്നോട് പറ. അതൊന്നും സാധിച്ചു തരാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട, ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. എനിക്ക് ബുള്ളറ്റിൽ കയറാൻ വലിയ ആഗ്രഹമായിരുന്നു. യാത്ര പോകാൻ ഇഷ്ടമായിരുന്നു. കാറിൽ AC ഇടാതെ ഗ്ലാസ് താഴ്ത്തി ഫ്രഷ് എയറൊക്കെ ശ്വസിച്ച് യാത്ര ചെയ്യാനും ഇഷ്ടമാണ്. വയൽ കാണാൻ ഇഷ്ടമാണ്. ട്രെയിൻ യാത്ര ഇഷ്ടമാണ്. പിന്നെ അമ്മൂമ്മ പറഞ്ഞ വ്യാസഗുഹ കാണാൻ ഇഷ്ടമാണ്. അത് എവിടെയാണ് എന്ന് പോലും എനിക്കറിയില്ല. അമ്മൂമ്മ പറഞ്ഞ കഥകളിൽ കേട്ടതാണ്. പിന്നെ നിന്റെ കൈയും പിടിച്ചുകൊണ്ട് ബീച്ചിൽ കൂടെ നടക്കാനാണ് ഇഷ്ടം. അല്പം നാണത്തോടെയാണ് അവൾ അത് പറഞ്ഞത്. രാത്രിയാവുന്നു, നമ്മൾ എന്ത് ചെയ്യും? അന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ചായിരുന്നില്ലേ? നമ്മൾ വർത്തമാനം പറഞ്ഞ് രാവിലെ വരെ ഇരുന്നില്ലേ? നിനക്കോ എനിക്കോ
സമയത്തിന് അത്ര ദൈർഘ്യം തോന്നിയോ? നീ എൻ്റെ കൂടെയല്ലേ വരുന്നത്, പിന്നെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കുന്നത്? ചമേലി ഒന്നുകൂടി അവനോട് ചേർന്നിരുന്നു. ഇരുട്ടിന്റെ കനം കൂടിക്കൂടി വന്നു. അപ്പോഴും അവർ യാത്ര മുന്നോട്ട് പോവുകയാണ്. നമുക്കേ ആഹാരം എന്തെങ്കിലും കഴിക്കാം, ബെൻ പറഞ്ഞു. ഒരു ഹോട്ടലിന് മുമ്പിൽ അവൻ വണ്ടി നിർത്തി. രണ്ടുപേരും ഓരോ ദോശ വീതമാണ് കഴിച്ചത്, കൂടെ ഒരു കട്ടൻ കാപ്പിയും. കുറച്ചുനേരം അവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷമാണ് അവർ ബുള്ളറ്റിൽ കയറിയത്. രാത്രി മുഴുവൻ അവർ യാത്ര തുടർന്നു. രാത്രി നല്ല നിലാവും കാറ്റും ഉണ്ടായിരുന്നു. വലിയ തിരക്കില്ലാത്തതുകൊണ്ട് യാത്ര സുഖകരമായിരുന്നു. നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ആ ചോദ്യം കേട്ടപ്പോൾ അവൾക്ക് ചിരിയാണ് വന്നത്. അവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എങ്ങനെ ഉറക്കം വരാനാണ്? പക്ഷേ അവൾ ഒന്നും പറഞ്ഞില്ല. നീ മടുത്തില്ലേ ബെൻ? കുറച്ചു നേരം നമുക്കിവിടെ ഇരുന്നിട്ട് പോകാം. ഈ സമയമായതുകൊണ്ട് സദാചാരക്കാരും വരില്ല. അതുമാത്രല്ല, ഇപ്പോൾ കേരളവും കഴിഞ്ഞല്ലോ. കൊള്ളാലോ, എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടുന്നേ? ബെൻ തമാശ മട്ടിൽ ചോദിച്ചു. എത്ര നേരായി നീ ഇത് ഓടിക്കുന്നു? ഇങ്ങനെ പോയാ നീ എവിടെയെങ്കിലും മറിഞ്ഞു വീണാൽ ഞാൻ എന്തു ചെയ്യും? ശരി, ഞാൻ അങ്ങനെ വീണു എന്ന് കരുതൂ, നീ എന്തു ചെയ്യും? അവന്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ അവളുടെ നെഞ്ചിലൂടെ ആരോ കത്തി വെച്ച് വരയുന്നത് പോലെ തോന്നി. ഞാനേ അടുത്ത ബസ് കയറി എൻ്റെ വീട്ടിലേക്ക് പോകും, അല്ലാതെ ഞാനെന്ത് ചെയ്യാനാ? ബെൻ ഒന്നും മിണ്ടിയില്ല. ശരി, നമുക്ക് പോകാം, എനിക്ക് ക്ഷീണമൊന്നുമില്ല. എന്തായാലും നിന്നെ വഴിയിലിട്ടിട്ട് ഞാൻ പോകില്ല, ബെൻ പറഞ്ഞു. അപ്പോഴാണ് താൻ പറഞ്ഞത് അവന് ഫീൽ ചെയ്തു എന്ന് അവൾക്ക് മനസ്സിലായത്. എടാ, കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോകാം. കുറച്ച് സമയം നമുക്ക് ഈ റോഡിലൂടെ നടന്നാലോ? നോക്കിക്കേ, സമയം 3:30 ഈ സമയത്ത് ആരെങ്കിലും ഇതുപോലെ റോഡിലൂടെ നടന്നിട്ടുണ്ടാകുമോ? കുറച്ച് സമയം നടക്കാം, എൻ്റെ ഒരു കുഞ്ഞാഗ്രഹമല്ലേ? അത് കേട്ടപ്പോൾ ബെൻ ബുള്ളറ്റിൽ നിന്നിറങ്ങി. എന്നിട്ട് അവളുടെ കൈയും പിടിച്ചുകൊണ്ട് റോഡിൻ്റെ നടുവിലൂടെ പിന്നോട്ട് നടന്നു. രണ്ടുപേരും പരസ്പരമൊന്നും സംസാരിച്ചില്ല. കൈകൾ പരസ്പരം ചേർത്തു പിടിച്ചിരുന്നു. ഇങ്ങനൊരാഗ്രഹം നീ പറഞ്ഞിരുന്നില്ലല്ലോ. അത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെല്ലാം ഓർത്തു വെക്കാൻ പറ്റുമോ? ഇപ്പൊ തോന്നി, പറഞ്ഞു. നീ ഓക്കെ അല്ലേ ബെൻ? എന്നെ കൂടെ കൂട്ടണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നില്ലേ? എൻ്റെ ഏതെങ്കിലും പ്രവൃത്തിയിൽ നിനക്കങ്ങനെ തോന്നിയോ? എന്താ നീ അങ്ങനെ പറയാൻ കാരണം? നമുക്ക് പോകാം, അതാ നല്ലത്. ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളാണ് നിന്റെ മനസ്സിലൂടെ പോകുന്നത്. അപ്പോഴാണ് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നവൾക്ക് തോന്നിയത്. പറഞ്ഞു പോയത് മാറ്റാൻ സാധിക്കില്ലല്ലോ. മനസ്സിൽ തോന്നുന്നതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരരുത് എന്നവൾ പലവട്ടം ചിന്തിച്ചിട്ടുണ്ട്. അതുമാത്രം മാറ്റാൻ സാധിക്കുന്നില്ല. സോറിടാ, നിനക്ക് വിഷമമാകുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. ഇനി അങ്ങനെയൊന്നും പറയില്ല. സാരമില്ല, പോട്ടെ. അവൻ ആ റോഡിൻ്റെ നടുവിൽ നിന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അവനോട് ചേർന്ന് നിന്നു. കുറച്ചു നേരം അങ്ങനെ നിന്നപ്പോഴാണ് ദൂരെ നിന്ന് ഒരു വണ്ടിയുടെ പ്രകാശം കണ്ടത്. പെട്ടെന്ന് രണ്ടുപേരും റോഡിൻ്റെ സൈഡിലേക്ക് നീങ്ങി. അത് ഒരു ലോറിയായിരുന്നു. നമുക്ക് പോകാം, ഇവിടെ ഈ സമയത്ത് നിൽക്കുന്നത് അത്ര സേഫ് അല്ല. ബെൻ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് ബുള്ളറ്റ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. യാത്ര തുടർന്നുവെങ്കിലും അവരുടെ ഇടയിൽ മൗനം തളം കെട്ടി നിന്നു. ചമേലി ബെന്നിന്റെ പുറത്തേക്ക് മുഖം ചായച്ചു കിടന്നു. അവൾ ഉറങ്ങി താഴേക്ക് വീഴുമോ എന്നവന് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പതിയെയാണ് അവൻ ബുള്ളറ്റ് ഓടിച്ചത്. ചമേലി അല്പനേരം ഒന്ന് മയങ്ങി. കണ്ണു തുറന്നപ്പോൾ കണ്ടത് ഒരു തടാകത്തിന്റെ കരയിലായിരുന്നു. അതിൻ്റെ പരിസരത്തായി അത്യാവശ്യം കടകളൊക്കെയുണ്ട്. അപ്പോഴാണ് അവൾ ബാഗിൻ്റെ മുകളിൽ തലവെച്ച് കിടക്കുകയാണ് എന്ന് മനസ്സിലായത്. ബെൻ അവിടെ അടുത്തുള്ള കടയിൽ നിന്ന് വെള്ളം വാങ്ങി വരുന്നുണ്ടായിരുന്നു. ഉറക്കം കഴിഞ്ഞോ? ദാ വെള്ളം, തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. വായും മുഖവും ഒക്കെ കഴുകിക്കോ, അവൻ ഒരു ബോട്ടിൽ അവളുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ വേഗം ബുള്ളറ്റിൽ നിന്നിറങ്ങി. അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വല്ലാത്തൊരു ചമ്മൽ തോന്നി. പിന്നെ ആ ബോട്ടിലുമായി മുന്നോട്ട് നടന്നു. അവൾ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ കയ്യിൽ 2 ഗ്ലാസ് ചായ ഉണ്ടായിരുന്നു. ചായ കുടിക്കില്ലേ, അതോ കോഫി ആയിരുന്നോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്, ഇപ്പോൾ ചായയാണ് ഇഷ്ടം, അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
ആ, എങ്കിൽ കുടിച്ചോളൂ. ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, നമുക്ക് അവിടെ കയറി ഒന്ന് പ്രാർത്ഥിക്കാം. അവിടെ വാഷ്റൂം ഉണ്ടാകും, തൽക്കാലം അത് ഉപയോഗിക്കാം. അതിനു മുമ്പ് കഴിക്കണോ അതോ അതിനുശേഷം കഴിച്ചാൽ മതിയോ? ബെൻ ചോദിച്ചു. നിനക്ക് എന്താ വേണ്ടത്? അതുപോലെ എനിക്കും മതി, അവൾ പറഞ്ഞു. അവളുടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന് അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് കവിളിലൊന്ന് ഉമ്മ വെക്കാൻ തോന്നി. അവൻ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു മൂളിപ്പാട്ടും പാടി ബുള്ളറ്റിലേക്ക് കയറി. പിന്നാലെ അവളും. രണ്ടുപേരും യാത്ര തുടർന്നു. ഒരു ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചതിന് ശേഷം അവർ അടുത്തുള്ള പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് പ്രഭാത കർമ്മങ്ങൾ നിർവഹിച്ചതിന് ശേഷമാണ് അവർ യാത്ര തുടർന്നത്. ഇടയ്ക്ക് മടുത്തപ്പോൾ അല്പനേരം വിശ്രമിച്ചു. അതിനുശേഷം വീണ്ടും യാത്ര തുടർന്നു. ഏകദേശം വൈകുന്നേരമായപ്പോഴാണ് അവർ ഋഷികേശിയിൽ എത്തിയത്. ഇതാണ് ഹിമാലയത്തിന്റെ പ്രവേശന കവാടം, അറിയോ? അവൾ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടി. അവിടെ ഇറങ്ങി ചായ കുടിച്ചതിന് ശേഷം അവർ യാത്ര തുടർന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഉറങ്ങണ്ടേ? ഉറക്കമില്ലാതെ ഇങ്ങനെ വണ്ടി ഓടിച്ചാൽ ശരിയാവില്ല, ചമേലി പറഞ്ഞു. നമുക്ക് ഇപ്പൊ പോകുന്ന സ്ഥലത്ത് ചെന്നിട്ട് റൂം എടുക്കാം. രാത്രിയാകുമ്പോഴേക്കും അവിടെ എത്തും. ഞാൻ നെറ്റിൽ നോക്കിയിരുന്നു, അവിടെ റൂം ബുക്കും ചെയ്തിട്ടുണ്ട്, ബെൻ പറഞ്ഞു. അവൾക്ക് ഉള്ളിൽ അല്പം ഭയം തോന്നിയെങ്കിലും പുറമെ ഒന്നും കാണിച്ചില്ല. അല്ല, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അത് ഒരു സർപ്രൈസ് ആണ്. എന്നാലും സ്ഥലം പറയാം. മന എന്നാണ് സ്ഥലത്തിന്റെ പേര്. സന്ധ്യ ആയപ്പോഴേക്കും അവർ മന ഗ്രാമത്തിലെത്തി. മന ഗ്രാമത്തിലെ സ്ത്രീകളെ കണ്ടാൽ ചൈനക്കാരോട് സാമ്യം തോന്നുമായിരുന്നു. ഒരു പ്രത്യേക വേഷവിധാനവും ആചാരശൈലിയും ഒക്കെയായിരുന്നു അവിടുത്തെ പ്രത്യേകത. ഇവിടുത്തെ ആളുകൾക്ക് ടിബറ്റൻകാരുമായി സാമ്യമുണ്ട്. ഇതിന്റെ അപ്പുറത്ത് ടിബറ്റാണ്. എന്തായാലും നമുക്ക് ഹോട്ടലിലേക്ക് പോകാം. ഗൂഗിളിലെ ലൊക്കേഷൻ നോക്കി അവൻ മുന്നോട്ടേക്ക് വണ്ടി ഓടിച്ചു. അവിടുത്തെ വീടുകൾ അവൾ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. കൽപ്പാളികൾ കൊണ്ടുള്ള മേൽക്കൂരയായിരുന്നു അവിടുത്തെ വീടുകളുടെ പ്രത്യേകത. ഹോട്ടലിന്റെ മുമ്പിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളിനോട് അവൻ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ചോദിച്ചു. അയാൾ എങ്ങോട്ടോ കൈ ചൂണ്ടിക്കാട്ടി. ഹോട്ടലിന്റെ താഴെ ഭാഗത്തായി കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. അവിടെ ബുള്ളറ്റ് ഒതുക്കി വെച്ചു. രണ്ടുപേരും ബാഗും എടുത്ത് ഹോട്ടലിന്റെ മുന്നിലേക്ക് നടന്നു. ഹോട്ടലിന്റെ പിന്നിലായി ഒരു ഇടനാഴി പോലെ ഉണ്ടായിരുന്നു. അതിലൂടെ മുന്നോട്ടേക്ക് നടക്കുമ്പോൾ പിൻഭാഗത്തായിട്ടാണ് മുറികൾ ഉണ്ടായിരുന്നത്. ഒരു റൂം ബോയ് വന്ന് അതിൽ ഒരു മുറി തുറന്നു തന്നു. അവര് ആ മുറി വൃത്തിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഡബിൾ കോട്ട് ചെറിയ ഒരു മേശയും 2 കസേരയും ഒരു ചെറിയ അലമാരയും അതിലുണ്ടായിരുന്നു. കട്ടിലിൽ വെള്ള കളറിലുള്ള ബെഡ്ഷീറ്റ് വിരിച്ചിരുന്നു. 2 ബ്ലാങ്കറ്റ് മടക്കിയും വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ വേണോ? ചായ, കോഫി, അങ്ങനെ എന്തെങ്കിലും? റൂം ബോയ് ചോദിച്ചു. എന്താ നിന്റെ പേര്? നിനക്ക് ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ അറിയാമോ? ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ? ഇന്ന് വേണ്ട, നാളെ മതി. കഴിക്കാൻ എന്താ ഉള്ളത്? എൻ്റെ പേര് മാലിക് എന്നാണേ. അതിനെന്താ, ഞാൻ നിങ്ങളെ സഹായിക്കാം. കഴിക്കാൻ പൊറോട്ട, ചപ്പാത്തി ഒക്കെ ഉണ്ട്, കൂടെ വെജിറ്റബിൾ കറി ഉണ്ട്. ശരി, 2 പേർക്കും പൊറോട്ട മതി, കൂടെ വെജിറ്റബിൾ കറി ആയിക്കോട്ടെ. ബെൻ, ഇവിടെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്, കുളിക്കാൻ ഇച്ചിരി ചൂടുവെള്ളം കിട്ടുമോ എന്ന് ചോദിക്ക്, ചമേലി അകത്ത് നിന്ന് വിളിച്ചു ചോദിച്ചു. മാലിക് അത് കേട്ടിരുന്നു. അതിനെന്താ സാറേ, ഞാൻ ചൂടുവെള്ളം കൊണ്ടുവരാം. അവിടെ 2 ബക്കറ്റ് ഉണ്ട്, അതെടുത്ത് തരാമോ? ഇവിടുത്തെ തണുപ്പത്തെ ചൂടുവെള്ളം ഇല്ലാതെ പറ്റില്ലെന്നേ. കുടിക്കാനും ഞാൻ ചൂടുവെള്ളം കൊണ്ടുവരാം. മാലിക് അത്രയും പറഞ്ഞിട്ട് ഹോട്ടലിന് മുന്നിലേക്ക് പോയി. എന്തോ കണ്ടപ്പോൾ തന്നെ അവനോടൊരു പ്രത്യേക അടുപ്പം ഉള്ളതുപോലെ ബെന്നിന് തോന്നി. സഹോദരങ്ങളോട് തോന്നുന്ന ഒരു ഫീൽ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാലിക് 2 ബക്കറ്റിൽ ചൂടുവെള്ളവുമായി വന്നു. 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ അവൻ ഭക്ഷണവും കൊണ്ടുവന്നു. നാളെ ഞങ്ങളുടെ കൂടെ വരാൻ നിനക്ക് അവധി കിട്ടുമോ? അതിനെന്താ സാറേ, ഇവിടെ വരുന്നവരുടെ കൂടെയെല്ലാം ഞാനാണ് മിക്കവാറും പോകുന്നത്. എനിക്ക് ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം അറിയാം. ഞാൻ ജനിച്ച് വളർന്ന നാടല്ലേ. നിങ്ങൾ ഉറങ്ങിക്കോളൂ, നാളെ രാവിലെ ഞാൻ വരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിട്ടാ. അവൻ അവൻ്റെ ഫോൺ നമ്പർ അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോഴേക്കും ചമേലി കുളിക്കാൻ കയറിയിരുന്നു.
ബെന്നിന്റെ വെള്ളം തണുത്തു പോകാതിരിക്കാൻ അവൾ പെട്ടെന്ന് തന്നെ കുളിച്ചിട്ടിറങ്ങി. അയ്യേ, നീ കാക്കക്കുളിയാണോ കുളിച്ചത്? എൻ്റെ കൂടെ ഒന്നും ഞാൻ കിടത്തത്തില്ല കേട്ടോ, അവൻ തമാശ പോലെ പറഞ്ഞു. അല്ലെങ്കിലും നിന്റെ കൂടെ ആര് കിടക്കുന്നു? ഞാനേ നിലത്ത് കിടന്നോളാം. അവൻ അതിനുത്തരം പറയാതെ കുളിക്കാനായി പോയി. അവൻ കുളിക്കാൻ പോയ സമയത്ത് അവൾ പ്ലേറ്റിൽ ആഹാരം വിളമ്പി. അവൻ കുളിച്ചു വന്നപ്പോൾ അവൾ കാത്തിരിക്കുകയാണ്. അതെ, എനിക്ക് കുളിച്ചു കഴിയുമ്പോൾ കഴിക്കാൻ ഭയങ്കര മടിയാണ്, അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ വേണ്ട. അയ്യോ, അത് പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല, കഴിക്കാതെ കിടക്കാൻ പറ്റില്ലെന്നേ, ചമേലി പറഞ്ഞു. രാത്രി കുളിയും കഴിഞ്ഞ് കയ്യിൽ ആഹാരമൊക്കെ പറ്റിച്ച് പിന്നെ കഴുകി, എനിക്കത് ഇഷ്ടമല്ലെന്നേ. ഓഹോ, എന്താ മോൻ്റെ ഉദ്ദേശം? കാളവാല് പൊക്കുമ്പോഴേ അറിയാം. എന്താണ്? അറിയാമെങ്കിൽ അതങ്ങ് ചെയ്താൽ പോരെ, പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്? അവൾ ഒരു പ്ലേറ്റിൽ ആഹാരമെടുത്ത് അവൻ്റെ അരികിലേക്ക് വന്നു. അതിൽ നിന്ന് പൊറോട്ട അല്പം നുള്ളിയെടുത്ത് കറിയിൽ മുക്കി അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അത് കഴിച്ചുകൊണ്ടിരുന്നു. ഇനി നീ കഴിക്ക, ഞാൻ മാത്രം കഴിച്ചാൽ മതിയോ? നീ ആദ്യം കഴിച്ചോ, അത് കഴിയുമ്പോൾ ഞാൻ കഴിച്ചോളാം, എനിക്ക് വിശക്കുന്നൊന്നുമില്ല. അത് പറ്റില്ല, കഴിക്കുമ്പോൾ നമ്മൾ രണ്ടും ഒരുമിച്ച്, അത് മതി. ഞാൻ വായി വെച്ച് തരണോ? ഓഹോ, അപ്പോ നിന്റെ കയ്യിൽ പറ്റിയ കുഴപ്പമൊന്നുമില്ലേ? നിനക്ക് വേണ്ടിയല്ലേ, ആദ്യം ഞാൻ സഹിച്ചോളാം. എടാ, അവൾ ഇടത്തെ കൈകൊണ്ട് അവൻ്റെ ചെവിയിൽ നുള്ളി. അവൻ വീണ്ടും വാ പൊളിച്ച് അവളുടെ മുമ്പിൽ നിന്നു. അവൾ അവൻ്റെ വായിൽ വെച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിൽ അവളും കഴിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ മുറിയുടെ പുറത്ത് പാത്രങ്ങൾ വെച്ചു. മാലിക് അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. നമുക്ക് കിടക്കാം, അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അവൾക്ക് വല്ലാത്തൊരു ഭയം തോന്നി.